ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് ക്ഷേത്രത്തിൽ കയറുന്നതിന് മുമ്പ് ചെരുപ്പൂരണമോ വേണ്ടയോ എന്നുള്ളതാണ്. ചെരുപ്പ് അണിയുന്നതിനെ അഭിമാനത്തിൻ്റെയും അന്തസ്സിൻ്റെയും പ്രശ്നമായിട്ടാണ് കരുതുന്നത്. പുണ്യകർമ്മങ്ങളൊക്കെ ചെരുപ്പൂരി നിർവഹിക്കണമെന്ന് പറയാറുണ്ടെങ്കിലും ക്ഷേത്രത്തിൽ കയറുന്നതിന് മുമ്പ് ചെരുപ്പൂരണമെന്ന് പറയുന്നത് നിർബന്ധമാണ്. ചില ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരേണ്ടതില്ലെങ്കിലും എല്ലാ അമ്പലങ്ങളിലും ചെരുപ്പൂരേണ്ടതു തന്നെയാണ്. ഈ നിർബന്ധം കാരണം പലരും അമ്പലത്തിന് പുറത്തു നിന്ന് തൊഴുതു മടങ്ങുന്നതും ഒരു കാഴ്ചയാണ്. ക്ഷേത്ര മതിൽക്കെട്ടിനകം ദൈവഭൂമി എന്നാണ് ഹൈന്ദവ സങ്കല്പം. ഇതിനർത്ഥം മറ്റു സ്ഥലങ്ങളിൽ ദൈവം സ്ഥിതി ചെയ്യുന്നില്ല എന്നല്ല. ചെരുപ്പൂരി ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുന്നതോടെ ഭക്തരുടെ പാദം സ്വാഭാവികമായും കാന്തശക്തിയുള്ള തറയിലേക്കാണ് പതിക്കുന്നത്. ഇതോടെ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഉത്തമമെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഭൗമകാന്തിക പ്രസരണം ശരീരത്തിലേക്ക് സംക്രമിക്കപ്പെടുകയാണ് സംഭവിക്കുന്നത്. ഇതുമാത്രമല്ല, ഔഷധ സസ്യങ്ങളുടെ ഇലകളും പൂക്കളും വീണ ജലം വീഴുന്നത് കാരണം ക്ഷേത്ര പരിസരത്തെ മണ്ണിന് ഔഷധ ഗുണവും കാണും. ഇതൊക്കെ കൂടിയാകുമ്പോൾ അഹങ്കാരമില്ലാതെ ചെരുപ്പ് ഉപേക്ഷിച്ച് ഈശ്വര ദർശനം നടത്തിയാൽ തന്നെ ഇതിലൂടെ ആധുനിക ശാസ്ത്രം പറയുന്ന രീതിയിലുള്ള മാഗ്നറ്റിക് തെറാപ്പിയും നടക്കുന്നു. ഇഷ്ടദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷേത്രാങ്കണത്തിൽ കൂടുതൽ സമയം ചെലവഴിച്ചാൽ അത് മനസ്സിനും ശരീരത്തിനും ഒന്നുപോലെ ഗുണം ചെയ്യുമെന്നതിൽ സംശയം വേണ്ട. താങ്ക്